ആൻ അംബ്രല്ല ഫോർ ഓൾ. അതിലെ ബാക്കി നോക്കാം കേട്ടോ. ലിസൺ ടു യുവർ ടീച്ചർ. എന്താണ്? ദ റെയിൻ വെന്റ് ഓൺ ഈവൻ ഹാർഡർ. ആഫ്റ്റർ സം ടൈം എ ലിറ്റിൽ സ്പാരോ വാക്ക് ടുവേർഡ്സ് ദ മഷ്റൂം ക്രൈയിങ്. ഷീ കുഡ് നോട്ട് ഫ്ലൈ. Raindrops were dripping from her wings. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റെയിൻ വെന്റ് ഓൺ ഈവൻ ഹാർഡർ എന്നല്ലേ. മഴ കൂടുതൽ കനക്കാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം a little sparrow walked towards the mushroom crying. എന്താണ്? കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആരാ വന്നത്? ലിറ്റിൽ സ്പാരോ അല്ലെ, ഒരു കുഞ്ഞു കുരുവി കരഞ്ഞുകൊണ്ട് കൂണിന്റെ അടുത്തോട്ട് നടന്നു വന്നു. ഷീ കുഡ് നോട്ട് ഫ്ലൈ. എന്താണ്? അവൾക്ക് പറക്കാൻ കഴിയില്ലായിരുന്നു അല്ലെ. റെയിൻഡ്രോപ്സ് were dripping from her wings. മഴത്തുള്ളികള് അവളുടെ ചിറകിൽ നിന്ന് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. ഹാർഡർ എന്ന് പറഞ്ഞാല് കനക്കുക. സ്പാരോ എന്ന് പറഞ്ഞാല് കുരുവി. റെയിൻഡ്രോപ്സ് എന്ന് പറഞ്ഞാല് മഴത്തുള്ളികള്. ഡ്രിപ്പിംഗ് എന്ന് പറഞ്ഞാല് ഇറ്റു വീഴുക കേട്ടോ. വിൽ ദി ലെറ്റ് ദ സ്പാരോ ഇൻ? എന്താ ചോദിക്കുന്നത്? അവര് സ്പാരോനെ അകത്തേക്ക് കയറ്റുമോ എന്നാണ് അല്ലെ. നമുക്ക് നോക്കാം കേട്ടോ. ലിറ്റിൽ സ്പാരോ ഹോപ്ഡ് അപ്പ് ടു ദ മഷ്റൂം. എന്താണ്? ഒരു കുഞ്ഞെ കുരുവി മഷ്റൂമിന്റെ അടുത്തോട്ട് ചാടി ചാടി വന്നു. ഐ എം സോ ടയേർഡ്, ക്യാൻ ഐ സിറ്റ് വിത്ത് യു? ദ സ്പാരോ ക്രൈഡ് അലൗഡ്. സ്പാരോ ഉറക്കെ കരയാണ്. ക്രൈഡ് അലൗഡ് എന്ന് പറഞ്ഞാല് ഉറക്കെ കരയുക കേട്ടോ. ഉറക്കെ കരഞ്ഞുകൊണ്ട് എന്താ ചോദിക്കുന്നത്? ഐ ആം സോ ടയേർഡ്, ക്യാൻ ഐ സിറ്റ് വിത്ത് യു എന്നല്ലേ. ഞാന് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് അല്ലെ. ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ, ദ മൗസ് സെഡ്. അപ്പൊ എന്താ മൗസ് പറയുന്നത്? ഇവിടെ പക്ഷേ ഇടമില്ല എന്ന് പറയുകയാണ് അല്ലെ. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ, ദ സ്പാരോ പ്ലീഡഡ്. എന്താണ്? സ്പാരോ അപേക്ഷിക്കുകയാണ്. പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക കേട്ടോ. പ്ലീസ് ഒന്ന് കുറച്ച് നീങ്ങിയിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. They moved over and there was space enough for the sparrow to. അപ്പൊ എന്താ ചെയ്തത്? അവർ നീങ്ങിയിരുന്നു അല്ലെ. They moved over. അപ്പൊ അവിടെ കുരുവിക്ക് ഇരിക്കാനുള്ള സ്പേസും ഉണ്ടായിരുന്നു അല്ലെ. എന്ന് പറഞ്ഞാല് ചാടുക എന്നാണ്. പ്ലീഡഡ് എന്ന് പറഞ്ഞാല് അപേക്ഷിക്കുക. ഇനഫ് എന്ന് പറഞ്ഞാല് ആവശ്യത്തിന് കേട്ടോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. വൈ വാസ് ദ സ്പാരോ ക്രൈയിങ്? എന്തിനാ സ്പാരോ കരഞ്ഞത്? എന്തിനായിരുന്നു? ബിക്കോസ് ഷീ കുഡ് നോട്ട് ഫ്ലൈ അല്ലെ. അവൾക്ക് പറക്കാൻ കഴിയില്ലായിരുന്നു അല്ലെ. ആൻഡ് വാസ് ടയേർഡ്. എന്താണ്? ക്ഷീണിച്ചിട്ടും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പറക്കാനും കഴിയില്ലായിരുന്നു അല്ലെ. വാട്ട് ഡിഡ് ദ സ്പാരോ ആസ്ക് ദ അതേഴ്സ്? ബാക്കിയുള്ളവരോട് സ്പാരോ എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചത്? ക്യാൻ ഐ സിറ്റ് വിത്ത് യു എന്നാ ചോദിച്ചത് അല്ലെ. ദ സ്പാരോ ആസ്ക് എന്താണ്? ക്യാൻ ഐ സിറ്റ് വിത്ത് യു. വാട്ട് ഡിഡ് ദ സ്പാരോ റിക്വസ്റ്റ് ദ മൗസ് ടു ഡു? മൗസിനോട് എന്താണ് സ്പാരോ റിക്വസ്റ്റ് ചെയ്ത് അപേക്ഷിച്ചത്? എന്തായിരുന്നു? ദ സ്പാരോ ആസ്ക് ദ മൗസ് ടു മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ അല്ലെ. കുറച്ച് നീങ്ങിരിക്കുവോ എന്നാണ് അല്ലെ ചോദിച്ചത്. ഡിഡ് ദേ മൂവ് ആൻഡ് മേക്ക് സ്പേസ്? യെസ്, ദേ മൂവ്ഡ് ആൻഡ് മേഡ് സ്പേസ് ഫോർ ദ സ്പാരോ. അവര് മാറിയിരുന്നിട്ട് സ്പാരോന് സ്ഥലം ഉണ്ടാക്കി കൊടുത്തു അല്ലെ. ഇനി അവിടെ നോക്കൂ, ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റി 8 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആക്ടിവിറ്റി 8 നോക്കാം കേട്ടോ. എന്താണ്? ബട്ടർഫ്ലൈ ആൻഡ് ദ സ്പാരോ ആർ അണ്ടർ ദ മഷ്റൂം. Will the sparrow eat the butterfly? What will the butterfly think now? എന്താണ്? ബട്ടർഫ്ലൈയും സ്പാരോ ഇപ്പൊ എവിടെയാ? മഷ്റൂമിന്റെ അടിയിലാണ് അല്ലെ. ബട്ടർഫ്ലൈനെ സ്പാരോ തിന്നുമോ? What will the butterfly think now? ഇപ്പോ ബട്ടർഫ്ലൈയെ എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബട്ടർഫ്ലൈന്റെ തോട്ട്സ്, ചിന്തകളാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ബട്ടർഫ്ലൈ പേടിച്ചിരിക്കുകയാണ് അല്ലെ. അതായത് സ്പാരോ അതിനെ തിന്നോ എന്ന് പേടിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷനില് തോട്ട്സ് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തുക? ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതായത് എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയായിരിക്കും തോട്ട്സ്? ബട്ടർഫ്ലൈ എന്നെ പിടിക്കോ? ആരെന്നെ സഹായിക്കും? ഞാനിപ്പോ എന്തു ചെയ്യും എന്നൊക്കെ ആയിരിക്കൂലേ തോട്ട്സ്. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് തോട്ട്സ് എഴുതാം കേട്ടോ. ഓ മൈ ഗോഡ്, ഐ ആം ഇൻ ഡേഞ്ചർ. ഐ ആം സിറ്റിംഗ് നിയർ എ സ്പാരോ. വിൽ ഇറ്റ് ക്യാച്ച് മീ? ഐ ആം സോ അഫ്രൈഡ്. What should I do now? I can't fly away because my wings are wet. Who will save me? I think it's better to hide behind the mouse. എന്തൊക്കെയാണ് നമ്മൾ എഴുതിയ തോട്ട്സ്? ഓ മൈ ഗോഡ്, ഐ ആം ഇൻ ഡേഞ്ചർ. ഐ ആം ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ അപകടത്തിലാണ് എന്നല്ലേ. ഐ ആം സിറ്റിംഗ് നിയർ എ സ്പാരോ. എന്താണ്? ഞാനൊരു കുരുവിയുടെ അടുത്തിരിക്കുകയാണ്. വിൽ ഇറ്റ് ക്യാച്ച് മീ? അതെന്നെ പിടിക്കോ? ഐ ആം സോ അഫ്രൈഡ്. എനിക്ക് നല്ല പേടിയാവുന്നു. വാട്ട് ഷുഡ് ഐ ഡു നൗ? ഞാനിപ്പോ എന്തു ചെയ്യും? ഐ കാൺട്ട് ഫ്ലൈ അവേ ബിക്കോസ് മൈ വിങ്സ് ആർ വെറ്റ്. എന്റെ ചിറകുകൾ നനഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പറക്കാൻ കഴിയില്ല. ഹൂ വിൽ സേവ് മീ? ആരെന്നെ രക്ഷിക്കും? ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ഹൈഡ് ബിഹൈൻഡ് ദ മൗസ്. ചുണ്ടലിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നതാണ് നല്ലതെന്ന്
ഞാൻ കരുതുന്നു എന്നൊക്കെ നമുക്ക് തോട്ട്സിൽ എഴുതാം കേട്ടോ. നമുക്കിനി സ്റ്റോറി നോക്കാം. ലിസൺ ടു യുവർ ടീച്ചർ. ഇവിടെ കണ്ടോ പിക്ചറിലെ ഒരു റാബിറ്റിനെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. റാബിറ്റ് ഓടി വരുന്നത് കാണിച്ചിട്ടുണ്ട് അല്ലെ. ലിസൺ ടു യുവർ ടീച്ചർ. The ant, the butterfly, the mouse and the sparrow sat under the mushroom. Suddenly they heard a loud cry. They saw a rabbit rushing towards them. His eyes were filled with fear. His soft fur had patches of mud. എന്താ പറഞ്ഞിരിക്കുന്നത്? The ant, the butterfly, the mouse and the sparrow sat under the mushroom. ഉറുമ്പും പൂമ്പാറ്റയും ചുണ്ടെലിയും കുരുവിയും കൂടി കൂണിന്റെ അടിയിലിരുന്നു. സഡൻലി ദേ ഹേർഡ് എ ലൗഡ് ക്രൈ. പെട്ടെന്ന് ഒരു വലിയ കരച്ചില് അവർ കേട്ടു. ദേ സോ എ റാബിറ്റ് റഷിംഗ് ടുവേർഡ്സ് ദം. എന്താണ് അവർക്ക് നേരെ ഒരു മുയല് ഓടി വരുന്നത് അവർ കണ്ടു. ഹിസ് ഐസ് വർ ഫിൽഡ് വിത്ത് ഫിയർ. അവന്റെ കണ്ണുകള് എന്താ പേടി കൊണ്ട് നിറഞ്ഞിരുന്നു. ഹിസ് സോഫ്റ്റ് ഫർ ഹാഡ് പാച്ചസ് ഓഫ് മഡ്. എന്താണ് അവന്റെ മൃദുവായ രോമങ്ങളില് ചെളി പുരണ്ടിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ. ലൗഡ് ക്രൈ എന്ന് പറഞ്ഞാല് ഒക്കെ കരയുക. റഷ് എന്നൊക്കെ പറഞ്ഞാല് പായുക. പിന്നെ ഫിയർ എന്ന് പറഞ്ഞാല് പേടി. സോഫ്റ്റ് ഫർ എന്ന് പറഞ്ഞാല് മൃദുവായ രോമം കേട്ടോ. പാച്ചസ് എന്ന് പറഞ്ഞാല് പാടുകളാണ്. മഡ് എന്ന് പറഞ്ഞാല് ചെളി കേട്ടോ. വൈ വാസ് ദ റാബിറ്റ് ക്രൈയിങ്? മുയൽ കരഞ്ഞത് എന്തിനായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്തിനാ കരഞ്ഞത് എന്നൊക്കെ കേട്ടോ. A rabbit came running to the mushroom. Save me please, he cried. Oh, hide me, a fox is chasing me. The rabbit was shivering with fear. Poor rabbit, said the butterfly. Let's move a little more and take him in, said the ant. A rabbit came running to the mushroom. എന്താണ് കൂണിന് നേരെ ഒരു മുയല് ഓടി വന്നു. അപ്പൊ എന്താ മുയല് കരഞ്ഞുകൊണ്ട് പറയുന്നത്? സേവ് മീ പ്ലീസ്, ഹി ക്രൈഡ് അല്ലെ. അവൻ കരഞ്ഞുകൊണ്ട് പറയാണ് എന്താണ്? ദയവായി എന്നെ രക്ഷിക്കൂ എന്ന് പറയാണ് അല്ലെ. ഹോ ഹൈഡ് മീ, എ ഫോക്സ് ഈസ് ചേസിങ് മീ. ഓ എന്നെ ഒളിപ്പിക്കൂ, ഒരു കുറുക്കൻ എന്നെ പിന്തുടരുന്നു എന്നല്ലേ. ദ റാബിറ്റ് വാസ് ഷിവറിംഗ് വിത്ത് ഫിയർ. ഭയം കൊണ്ട് മുയല് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷിവറിംഗ് എന്ന് പറഞ്ഞാല് വിറയ്ക്കുക കേട്ടോ. പുവർ റാബിറ്റ് സെഡ് ദ ബട്ടർഫ്ലൈ. അപ്പൊ എന്താണ് ബട്ടർഫ്ലൈ പറയുന്നത്? പാവം മുയൽ എന്ന് പറയാണ് അല്ലെ. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ, സെഡ് ദ ആന്റ്. അപ്പൊ ഉറുമ്പ് എന്താ പറയുന്നത്? നമുക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്ന് അവനെയും അകത്തു കയറ്റാം എന്ന് പറയാണ് അല്ലെ. ചേസിങ് എന്ന് പറഞ്ഞാല് പിന്തുടരുക കേട്ടോ. ഷിവറിംഗ് എന്ന് പറഞ്ഞാല് വിറയ്ക്കുക. ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. വൈ വാസ് ദ റാബിറ്റ് ഷിവറിംഗ് വിത്ത് ഫിയർ? മുയൽ പേടിച്ചു വിറച്ചത് എന്തുകൊണ്ടായിരുന്നു? എന്താ കാര്യം? ബിക്കോസ് എ ഫോക്സ് വാസ് ചേസിങ് ഹിം. ഒരു ഫോക്സ് അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു അല്ലെ. വാട്ട് ഡിഡ് ദ റാബിറ്റ് ആസ്ക് ദ അതേഴ്സ്? മറ്റുള്ളവരോട് റാബിറ്റ് എന്താ ചോദിച്ചത്? ഹി ആസ്ക്ഡ് ദം ടു സേവ് ഹിം ആൻഡ് ഹൈഡ് ഹിം. സേവ് ചെയ്യുക പറഞ്ഞാല് രക്ഷിക്കാനും ഹൈഡ് ചെയ്യാനോ പറഞ്ഞത് അല്ലെ. ഹി ആസ്ക്ഡ് ദം ടു സേവ് ഹിം ആൻഡ് ഹൈഡ് ഹിം. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്? എന്താണ് ഫോക്സ് റാബിറ്റിനെ കണ്ടുപിടിക്കുമോ എന്നാണ് അല്ലെ. ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്? എങ്ങനെ അവര് റാബിറ്റിനെ ഒളിപ്പിക്കുന്നു അല്ലെ. നമുക്ക് നോക്കാം കേട്ടോ. ലിസൺ ടു യുവർ ടീച്ചർ. ഇവിടെ ചിത്രത്തില് ഫോക്സിനെ കാണാണ്ടല്ലേ. ദ ഫോക്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. റാബിറ്റിനെ കണ്ടുപിടിക്കോ, റാബിറ്റിനെ തിന്നോ എന്നൊക്കെ നമുക്ക് നോക്കാം. ലിസൺ ടു യുവർ ടീച്ചർ. ദ ഫോക്സ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. ഹാവ് യു സീൻ എ റാബിറ്റ്? ദ ഫോക്സ് ലുക്ക്ഡ് അറൌണ്ട്. എന്താണ്? ഫോക്സ് കുറുക്കൻ കൂണിന് നേരെ ഓടി വന്നു അല്ലെ. എന്താ ചോദിക്കുന്നത്? ഹാവ് യു സീൻ എ റാബിറ്റ് എന്ന് ചോദിക്കുകയാണ് അല്ലെ. നിങ്ങളൊരു മുയലിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ദ ഫോക്സ് ലുക്ക്ഡ് അറൌണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഫോക്സ് ചുറ്റും നോക്കുകയാണ് അല്ലെ. കുറുക്കൻ ചുറ്റും നോക്കി. എ ഫോക്സ് കെയിം റണ്ണിങ് ദർ. ഹി റേസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൌണ്ട്. there is a smell of a rabbit around. Is he hiding here? എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോക്സ് കെയിം റണ്ണിങ് ദർ എന്നാണ്. ഒരു കുറുക്കൻ അങ്ങോട്ട് ഓടി വന്നു അല്ലെ. He raised his sharp ears and looked around. എന്താണ്? അവൻ അവന്റെ കൂർത്ത ചെവികള് വട്ടം പിടിച്ച് ചുറ്റും നോക്കി. There is a smell of a rabbit around. Is he hiding here? അപ്പൊ എന്താ ചോദിക്കുന്നത്? ഇവിടെ ഒരു മുയലിന്റെ മണമുണ്ടല്ലോ, അവൻ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലെ. ക്വസ്റ്റ്യൻസ് നോക്കാം. What did the fox do with his ears? എന്താണ്? അവന്റെ ചെവി വെച്ചിട്ട് അവൻ എന്താ ചെയ്തത്? He raised his sharp ears. You silly fox, how can a rabbit hide under a mushroom?
ആസ്ക് ദ മൗസ്. അപ്പൊ എന്താണ് എലി ചോദിക്കുന്നത്? മണ്ടൻ കുറുക്ക എന്ന് വിളിക്കുകയാണ് അല്ലെ. യു സില്ലി ഫോക്സ് എന്ന് പറഞ്ഞാല് മണ്ടൻ കുറുക്ക എന്ന് പറയാണ്. ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? എന്താണ്, ഒരു മുയലിന് എങ്ങനെ ഒരു കൂണിന്റെ അടിയിൽ ഒളിക്കാൻ കഴിയും എന്ന് ചോദിക്കുകയാണ് അല്ലെ. ദർ ഈസ് നോ സ്പേസ് ഹിയർ, കാണ്ട് യു സീ? ആസ്ക് ദ ആന്റ്. എന്താണ്, ഇവിടെ ഒട്ടും ഇടമില്ല, നിനക്ക് കാണാൻ വയ്യേ? ഉറുമ്പ് ചോദിച്ചു കേട്ടോ. ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്, ഫ്ലിക്കഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ്. അപ്പൊ എന്താ ഫോക്സ് ചെയ്തത്? കുറുക്കൻ മൂക്കുയർത്തി വാലാട്ടി ഓടിപ്പോയി. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് ദ മൗസ് സേ ടു ദ ഫോക്സ്? എന്താണ് മൗസ് എന്താണ് ഫോക്സിനോട് പറഞ്ഞത്? മൗസ് സെഡ്, യു സില്ലി ഫോക്സ്, ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം എന്നാണല്ലേ ചോദിച്ചത്. വാട്ട് ഡിഡ് ദ ആന്റ് സേ ടു ദ ഫോക്സ്? ഉറുമ്പ് എന്താണ് കുറുക്കനോട് പറഞ്ഞത്? ദ ആന്റ് സെഡ്, ദർ ഈസ് നോ സ്പേസ് ഹിയർ, കാണ്ട് യു സീ എന്നാണല്ലേ പറഞ്ഞത്. വാട്ട് ഡിഡ് ദ ഫോക്സ് ഡു ആഫ്റ്റർ ഹിയറിംഗ് ദം? അവര് പറയുന്നത് കേട്ടിട്ട് ഫോക്സ് എന്താണ് ചെയ്തത്? ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്, ഫ്ലിക്കഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ്. അവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. വിൽ ദ ഫോക്സ് റിയലി ബിലീവ് ദം, വിൽ ഹി കം ബാക്ക് എന്ന്. അതായത് കുറുക്കൻ അവരെ ശരിക്കും വിശ്വസിച്ചോ, ബിലീവ് ചെയ്തോ എന്ന് ചോദിച്ചാല് വിശ്വസിച്ചോ. വിൽ ഹി കം ബാക്ക്, അവനെ തിരിച്ചു വരുമോ എന്ന് കേട്ടോ. അപ്പൊ അവൻ തിരിച്ചു വരുമോ, റാബിറ്റിനെ പിടിക്കുവോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.